ഞങ്ങളുടെ കൂടെ മാത്രമായിട്ടുള്ള ടാരുവിന്റെ ആദ്യത്തെ റോഡ് ട്രിപ്പ് അങ്ങനെ അധികം ലോങ് ഒന്നുമല്ല, ഒന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാം. ആ ചിരിയും ആ സന്തോഷം കണ്ടോ, എന്താ നോക്ക്. ഇപ്പൊ തന്നെ വണ്ടികളൊക്കെ കാണുമ്പോൾ ആകെ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആള് വയറ്റിലായിരിക്കുമ്പോ മുതല് ഞാൻ നിർത്താതെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ മേ ബി ആ ഒരു വണ്ടിപ്രാന്ത് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവണം. സോ ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടാര് നല്ല ഉറക്കായി. ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ഒക്കെ ആയപ്പോഴത്തേക്കും നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ചെക്ക് ഇൻ ചെയ്തത് ഹയാത്തിലായിരുന്നു. മുമ്പ് ക്യാബിൻ ക്രൂ ആയിരുന്ന സമയത്ത് ഹയാത്തും മാരിയറ്റും ഒക്കെ എയർലൈൻസ് തന്നെയായിരുന്നു നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്, ലേ ഓവറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത്. സോ ആ ഓർമ്മകളൊക്കെ ഞാനിങ്ങനെ ചൈനടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾക്ക് പിന്നെ ഇതെന്ത് സൈൻ ഓഫും സൈനും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് അക്കോമഡേഷൻസ് ഒക്കെ. എന്താണെങ്കിലും ഈവനിങ് ആയപ്പോഴത്തേനും ഞാൻ റെഡി ആവുന്നത് ഞാനല്ല, ഞങ്ങൾ. അങ്ങനെ നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഇനിയും ഒരുപാട് പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് ട്രിവാൻഡ്രം വരെ എത്തിയത്. അതാണ് കാര്യം. ടാരുവിന് പ്രഗ്നൻസി ആയിരുന്ന ടൈമില് ഇവിടെ ഒരു പള്ളിയിൽ നേർച്ചയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ടെമ്പിൾ ഒന്ന് കാണാമെന്നും കൂടെ വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. ടാരുവിനെ കൊണ്ടുള്ള ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്ഥിരമായിട്ടും മമ്മീനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രിപ്പ് പോകുമ്പോഴും വീട്ടിലുള്ളപ്പോഴും ഒക്കെ നിന്നിരുന്നത് കേട്ടോ. തനിച്ചായതുകൊണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാന്നുള്ള ഒരു കുഞ്ഞു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ബട്ട് ഐ മാനേജ്ഡ് ഇറ്റ് വെരി വെൽ. ടാരു നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടും കൂടെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ ഞങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് എൻ്റർ ചെയ്ത ഈ ഒരു ടൈനി ഹ്യൂമൻ ഞങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു അല്ലേ. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ലൈഫ് ഇതുപോലെ ഓരോന്ന് പഠിക്കാനും അതുപോലെ പഠിപ്പിക്കാനും ഉള്ളതാണെന്നൊക്കെ ഓർക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആശ്വാസമൊക്കെ.